നമസ്തേ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ചാപ്റ്ററിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ തേർഡ് ചാപ്റ്ററിൽ ശബ്ദ പരിചയ 3 ന്യൂട്ടർ ജെൻഡർ, അതായത് നപുംസക ലിംഗം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നപുംസക ലിംഗം എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് ആവാം അല്ലെങ്കിൽ തിങ്സ് ആവാം. അപ്പൊ നമ്മൾ ഇതൊക്കെ നേരത്തെ ഗ്രാമർ പാർട്ട് പഠിക്കുമ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറെ നപുംസകലിംഗമായ വേർഡ്സ്, അത് വരുമ്പോൾ ക്രിയാപദം എങ്ങനെ വരും, അതിന്റെ പ്രോണൗൺസ് എന്തൊക്കെയാണ് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഓരോ സെന്റൻസ് എഴുതാനും അതിന്റെ ആൻസർ പറയാനുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്ററിൽ പുല്ലിംഗം പഠിച്ചു, സെക്കൻഡ് ചാപ്റ്ററിൽ സ്ത്രീലിംഗവും. അപ്പൊ ഈ തേർഡ് ചാപ്റ്ററിൽ നപുംസകലിംഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ചില ബേസിക് ആയിട്ടുള്ള വേർഡ്സ് നോക്കാം. ഫലം, ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്. ഭവനം എന്ന് പറഞ്ഞാൽ വീട്. പുസ്തകം, ബുക്ക്. ക്രീഡനകം എന്ന് പറഞ്ഞാൽ ടോയ്. വിമാനം, എയ്റോപ്ലെയിൻ. കമലം, ലോട്ടസ്. ആമ്രം എന്ന് പറഞ്ഞാൽ മാംഗോ. ജലം എന്ന് പറഞ്ഞാൽ വാട്ടർ. അപ്പൊ ഒബ്ജക്ട്സ്, തിങ്സ്, അതൊക്കെയാണ് ന്യൂട്ടർ ജെൻഡർ നപുംസകലിംഗത്തില് വരുന്നത്. നമുക്കിവിടെ കോമൺ ആയിട്ട് എന്താ കാണാൻ പറ്റുന്നത്? ഈ വേർഡ്സിലൊക്കെ എൻഡിങ് നോക്കണം. ഫലം, മ എന്നാണ് എൻഡിങ്. ഭവനം, മ. പുസ്തകം, ക്രീഡനകം, ഈ മ എന്നാണ് എൻഡിങ് വരുന്നത്. അപ്പൊ നമ്മള് പുല്ലിംഗത്തിൽ എന്താ പഠിച്ചേ? എൻഡിങ് വരുമ്പോ അഹ എന്ന് വരും എൻഡിങ് പുല്ലിംഗത്തില്. സ്ത്രീലിംഗത്തിൽ വരുമ്പോ ആ എന്നായിരിക്കും എൻഡിങ്, ആ. അപ്പൊ നപുംസകലിംഗത്തിൽ വരുമ്പോ മ എന്നാണ് എൻഡിങ്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് വേണം ഓരോ വേർഡ്സും ഏതൊക്കെയാണെന്ന് നോക്കാൻ. പുല്ലിംഗമാണോ, സ്ത്രീലിംഗമാണോ, നപുംസകലിംഗമാണോ എന്ന് നോക്കാൻ. പുല്ലിംഗമാണെങ്കിൽ അഹ എന്ന് എൻഡിങ്, സ്ത്രീലിംഗമാണെങ്കിൽ ആ എന്ന് എൻഡിങ്, നപുംസകമാണെങ്കിൽ മ എന്ന് എൻഡിങ്. അപ്പോ ഇതൊക്കെ കുറച്ച് വേർഡ്സ് ആണ്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ കുറെ വേർഡ്സ് നമുക്ക് പഠിക്കാൻ കിട്ടും. നമുക്ക് അടുത്ത ഒരു കാര്യം കൂടി നോക്കാം. ഇതുപോലത്തെ വേർഡ്സ് വരുമ്പോൾ അതിന്റെ പ്രോണൗൺ എന്തൊക്കെയാ വരുന്നത്, എങ്ങനെയൊക്കെയാ വരുന്നത്, അതിന്റെ ക്രിയാപദം എങ്ങനെ എഴുതാം എന്ന് നോക്കാം. അപ്പോൾ ഒരു വേർഡ് എക്സാമ്പിൾ എടുക്കാം. ഫലം. ഫലം എന്ന വേർഡ്, ഫ്രൂട്ട്, അതിന്റെ പ്രോണൗൺ ഏകവചനത്തിൽ വരുമ്പോ, ഏകവചനം എന്ന് പറഞ്ഞാൽ സിംഗുലർ, ഒരാള്, അത് വരുമ്പോ തത് എന്ന് വരും. തത്ത് എന്ന് പറഞ്ഞാൽ ദിസ്, ഇത് എന്ന്. ഏതത് എന്ന് പറഞ്ഞാൽ അത്. തത്ത് ഇത്, ഏതത് അത്. ഈ 2 കേസസും വരും. ദ്വിവചനം വരുമ്പോ ഫലേ, ഫലേ എന്ന് വരും. 2 ഫ്രൂട്ട്സ്. ഫലം എന്ന് പറഞ്ഞാൽ ഒറ്റ ഫ്രൂട്ട്, ഫലേന്ന് പറഞ്ഞാൽ 2 ഫ്രൂട്ട്. അതിന്റെ പ്രോണൗൺ തേ അല്ലെങ്കിൽ ഏതേ. ഇത് 2 അല്ലെങ്കിൽ അത് 2. ബഹുവചൻ പ്ലൂറൽ വരുമ്പോ ഫലാനി, മെനി ഫ്രൂട്ട്സ്. അതിന്റെ പ്രോണൗൺ താനി അല്ലെങ്കിൽ ഏതാനി. ഇവയെല്ലാം, ഏതാനി എന്ന് പറഞ്ഞാൽ അവയെല്ലാം. അപ്പോ ഒരു വേർഡ് ഫലം, ഫലേ, ഫലാനി. ഏകവചൻ വരുമ്പോ ഫലം, ദ്വിവചൻ വരുമ്പോ ഫലേ, ബഹുവചൻ വരുമ്പോ ഫലാനി. ഫലം, ഫലേ, ഫലാനി. ഇപ്പൊ ഇവിടെ ഭവനം എന്നാണെങ്കിൽ ഭവനം, ഭവനെ, ഭവനാനി എന്ന് വരും. അതിന്റെ പ്രോണൗൺ 2 കാറ്റഗറി ഉണ്ട്. ദിസ് എന്ന് പറയാനും, അടുത്തുള്ളതാണെങ്കിൽ ദിസ്, അകലെയുള്ളതാണെങ്കിൽ ദാറ്റ്. അപ്പൊ ആദ്യത്തെ ആണെങ്കിൽ തത്, തേ, താനി, അല്ലെങ്കിൽ ഏതത്, ഏതേ, ഏതാനി. അങ്ങനെയാണ് പ്രോണൗൺ വരുന്നത്. അതുപോലെ ക്രിയാപദം വരുമ്പോ നമ്മള് പുല്ലിംഗം, സ്ത്രീലിംഗം പഠിച്ച പോലെ പദ്ധതി. പദ്ധതി എന്ന് പറഞ്ഞാൽ ഫോൾ. ഫലം, പദ്ധതി. 2 എണ്ണമാണെങ്കിൽ ഫലേ, പദതഹ. ഫലാനി, പതന്തി. സെയിം എൻഡിങ്. തി, തഹ, ദി. പദ്ധതി, പദതഹ, പതന്തി. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ചാപ്റ്റർ പഠിക്കാൻ ഈസി ആവും. അപ്പൊ നമുക്ക് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ധന്യവാദം.